ജയിച്ചാൽ പോലും 5 പൈസ വരുന്നില്ല. കക്കാൻ മാത്രമാണ് ആളുകൾക്ക് താല്പര്യം. എടുക്കുമ്പോൾ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഇവിടെ ഇന്ത്യയുടെ തന്നെ ഭരണത്തിൽ വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോലും ഓക്സിജൻ കൊടുക്കുന്നതിനുള്ള പൈപ്പ് സംവിധാനങ്ങൾ, സെറ്റിങ്സ് എല്ലാം ഉണ്ടാക്കിയത് സുരേഷ് ഗോപിയുടെ ഉത്സാഹം കൊണ്ടാണ്. അതിന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് തയ്യാറില്ല. അതേമാതിരി ഇവിടുന്ന് ജയിച്ചു പോയ ജനപ്രതിനിധികൾക്ക് ജയിച്ചാൽ പോലും 5 പൈസ വരുന്നില്ല. കക്കാൻ മാത്രമാണ് ആളുകൾക്ക് താല്പര്യം. കാരണം ഇവിടെ മത്സരിക്കാൻ പോവുകയാണ് സുരേഷ് ഗോപി. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഇവിടെ ഇന്ത്യയുടെ തന്നെ ഭരണത്തിൽ വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. രാഷ്ട്രീയം നോക്കാതെ മറ്റ് പബ്ലിക്കിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി. എൻ്റെ ഇതുവരെയുള്ള അറിവിലും അന്വേഷണത്തിലും സുരേഷ് ഗോപി വളരെ ക്ലിയറാണ്. പബ്ലിക്കിന് വേണ്ടിയും തൃശ്ശൂരിന് വേണ്ടിയും പലതും ചെയ്യും. ശക്ത സ്റ്റാൻഡിന് പോലും 1 കോടിയോ അതുകൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം. തോറ്റിട്ടും കൊടുത്തു. ഇവിടെ ജയിച്ചാൽ പോലും തരുന്നില്ല. പിന്നെ ജയിച്ചാൽ പോലും 5 പൈസ തരുന്നില്ല. കക്കാൻ മാത്രമാണ് ആളുകൾക്ക് താല്പര്യം. ഇയാളതല്ല, മറ്റുള്ളവർക്കും കൂടി സമൂഹത്തിന് പ്രയോജനം ചെയ്യണം എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ. അത് ഒരു വ്യക്തിക്കോ ഒരു ജാതിക്കോ മതത്തിനോ ഒന്നുമല്ല, എല്ലാ വ്യക്തികൾക്കും തുല്യമായി കണ്ടാണ്. അതുകൊണ്ടാണ് നല്ലൊരു പൊതുപ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞത്. പാർട്ടിയോട് ഞാൻ ആശയപരമായി പാർട്ടിയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ പോരായ്മകളുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. എങ്കിലും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ വോട്ട് കൊടുക്കാനും തയ്യാറാവും. ജയിച്ചു വന്നാൽ തൃശ്ശൂർ രക്ഷപ്പെട്ടു തീർച്ചയായിട്ടും. അറിയോ, അഴിമതിയുടെ കൂത്തരങ്ങാണ് സത്യത്തിൽ. സുരേഷ് ഗോപി നടത്തിയ ഈ അടുത്ത നാളിൽ നടത്തിയ പദയാത്ര പോലും ആളുകൾ രാഷ്ട്രീയക്കാരെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കാതെ ജയിപ്പിക്കണം എന്നുള്ളത് ക്വാളിറ്റിയാണ് പ്രശ്നം. പൊളിറ്റിക്സ് മാത്രമല്ല പ്രശ്നം. ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് നമുക്ക് വളരെ കുറവാണ്. അതിന് സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ ഉയർന്നു വരണം, ഉയർത്തിക്കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. എങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് കേറുന്നു.